ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിട്ടോ. അപ്പോൾ ഇതാ രാവിലെ തന്നെ അമ്മയാണ് കേട്ടോ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചത്. ഇതാ രാവിലെ ദോശ കഴിഞ്ഞിട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ കുറച്ച് മീനുണ്ടേനും ഫ്രിഡ്ജിൽ, അപ്പോൾ അതെടുത്ത് കറി ഉണ്ടാക്കിയേക്കണം കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ നമ്മളെ അയിനുമോൾക്ക് പനിയാണ് കേട്ടോ. അപ്പോൾ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടോ രാവിലെ തന്നെ. അപ്പോൾ ഇന്നലെ ഞാൻ ദോശക്കുള്ള മാവ് കരച്ച് വെച്ചിന് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിന് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് നോക്കിക്കാണ്ട് കുറച്ച് ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചുകാണ്ട് പിന്നെ നമ്മൾ അയിനുമോളെയും കൊണ്ട് പോയിക്കാണ് കേട്ടോ. പിന്നെ ദോശ ഉണ്ടാക്കാനൊന്നും നിന്നിട്ടില്ല. അപ്പം അമ്മയാണ് കേട്ടോ ദോശ ഉണ്ടാക്കിയതും മീൻ കറി ഉണ്ടാക്കിയതൊക്കെ. അപ്പോൾ ഇതാ നമുക്ക് ഉച്ചക്കും തന്നെ ആ ഒരു മീൻ കറി തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിന്, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ലൈക്കും കമൻറ്റൊക്കെ ഉണ്ടെങ്കിലുള്ളൂ നമ്മളെ വീഡിയോ മുന്നോട്ട് പോകുള്ളൂ. അങ്ങനെ ഇതാ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ അടിച്ചു വാരാനൊക്കെ നിന്നേക്കാണ് കേട്ടോ. നമ്മൾ അയിനുമോളെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് മരുന്നൊക്കെ കൊടുത്ത് ഓളെ പാലൊക്കെ കൊടുത്ത് ഉറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓളെ എണീക്കുമ്പോഴത്തേന് പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ ഒന്ന് തീർക്കാണ് കേട്ടോ. ഓളെ എണീറ്റാൽ പിന്നെ ഒന്നിനും സമ്മതിക്കൂല. കാരണം ഓൾക്ക് പനിയല്ലേ, ഒരു ശീലക്കേട് മാതിരിയാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, കുട്ടികൾക്ക് വയ്യാതായാൽ തന്നെ നമുക്കും തന്നെ ഒരു ഭയങ്കര ടെൻഷൻ മാതിരിയേക്കാരല്ലേ. അതുകൊണ്ട് തന്നെ ജോലികളൊന്നും എടുക്കാനും ഒരു ഉഷാറൊന്നും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനുള്ള ജോലിയൊക്കെ ഒന്ന് തീർത്ത് വെക്കട്ടെ. അപ്പോൾ നമ്മളിതിൻ്റെ മുന്നത്തെ വീഡിയോസും ഒക്കെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മളിതിൻ്റെ മുന്നേ ഇട്ട വീഡിയോക്കൊക്കെ പറ്റിയ വ്യൂസൊക്കെ കുറവാണ്. അങ്ങനെ ഞാനിതാ പെട്ടെന്ന് തന്നെ അടിച്ചു വാരിട്ടോ. അങ്ങനെ പിന്നെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് നമ്മൾ തുടക്കാനൊക്കെ നിന്നൊക്കെയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സോഫയൊക്കെ ഒന്ന് വിരിയൊക്കെ ഒന്ന് റെഡിയാക്കി ഇടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ഹാളിലൊരു ടേബിൾ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊക്കെയാണ് കേട്ടോ ലാസ്റ്റ് തുടക്കാനൊക്കെ നിൽക്കൽ. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ 2 ദിവസം മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ അയിനുമോളെ പനിയൊക്കെ മാറിയിട്ടുണ്ട്, നല്ല ഉഷാറായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ മോളൂസിനായിട്ടുണ്ട് കേട്ടോ പനി. നമ്മളെ വീട്ടിൽ ഒരാൾക്ക് വന്നാൽ മതിയില്ലേ, പിന്നെ പെട്ടെന്നുണ്ടല്ലേ വേറെയുള്ളവർക്കൊക്കെ ഇങ്ങനെ പനി ഉണ്ടാവാൻ. പിന്നെ പ്രത്യേകിച്ച് കുട്ടികളാവുമ്പോൾ പ്രതിരോധശേഷിയൊക്കെ കുറവില്ല മക്കളാണല്ലേ. അപ്പോൾ അങ്ങനെ നമ്മളെ മോളൂസിനും പനി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഏതായാലും പനി മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ തുടച്ചെടുക്കണമുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ റൂമുകളും അതേപോലെ തന്നെ സിറ്റൗട്ടൊക്കെ തുടച്ചിട്ടാണ് കേട്ടോ ഹാളിൽ തുടക്കാൻ നിന്നിട്ടുള്ളത്. അവിടെ ഒന്നും തുടക്കണമൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇനി തുടച്ചൊക്കെ എടുക്കട്ടെ. നമ്മളെ മനസ്സിന് സന്തോഷമില്ലെങ്കിൽ പിന്നെ എന്ത് ജോലി ചെയ്യുമ്പോഴും ഒരു ഉഷാറുണ്ടാവില്ല അല്ലേ. അപ്പോൾ അതേപോലത്തെ ഒരു ദിവസമാണ് കേട്ടോ അന്ന്. നമ്മൾ അയിനുമോൾക്ക് പനിയായിട്ട് ഒരു എന്താ പറയുക, ഒരു പൊറുതിയേട് മാതിരിയാണ് കേട്ടോ. കാരണം അവൾക്ക് അങ്ങനെ അസുഖവും കാര്യങ്ങളൊന്നും ഉണ്ടാവാത്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കിച്ചണിക്കൊന്നും വല്ലാതെ പോയിട്ടൊന്നുമില്ല. ചോറും അതേപോലെ തന്നെ രാവിലെ അമ്മ ഉണ്ടാക്കിയ ഒരു മീൻ കറിയും തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഇന്ന് അങ്ങാടിക്കൊക്കെ പോകണം, സാധനങ്ങളൊക്കെ കുറേ കഴിഞ്ഞിട്ടൊക്കെ ഉണ്ട്, അതിനൊക്കെ പോകണം എന്നൊക്കെ കരുതിയ ദിവസമാണ് കേട്ടോ. പിന്നെ അങ്ങാടിക്കൊന്നും പോയതൊന്നുമില്ല. അങ്ങനെ പിന്നെ തുടക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ അലക്കാനുള്ളതൊക്കെ ആയിട്ട് അലക്കാൻ വന്നിട്ടുണ്ട്. അലക്കാൻ തോനൊന്നും ഇല്ല കേട്ടോ, കുറച്ച് തന്നെ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ അതൊക്കെ ഒന്ന് അലക്കിയിടട്ടെ.
പിന്നെ അലക്കിടലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അതിന് മോൾ ഉണർന്നിട്ടൊന്നുമില്ല ഇനിട്ടോ. ഓള് പനീൻ്റെ ക്ഷീണം കൊണ്ടാണ് തോന്നുന്നത് ഇന്ന് നന്നായിട്ട് ഉറങ്ങണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ ഒന്ന് ഒടിച്ച് കൊടുന്ന് ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഈ ഒരു അടുപ്പിൻ്റെ അടുത്ത് ചെറിയൊരു എന്താ പറയുക തകരത്തിൻ്റെ ഒരു ടേബിളാണ് കേട്ടോ. അതിങ്ങനെ തുരുമ്പും കാര്യങ്ങളൊക്കെ വന്നൊരു ടേബിളാണ്. അപ്പോൾ അതവിടെ കൊടുന്ന് ഇട്ടിരിക്കണത് ഇങ്ങനെ നമുക്ക് വർഗവും കാര്യങ്ങളൊക്കെ കൊടുന്ന് വെക്കാമല്ലോ ഒടിച്ച് മുറിച്ച്. പിന്നെ ആവശ്യത്തിന് പിന്നെ അതിന് എടുത്ത് ഇങ്ങനെ കത്തിക്കുക. പിന്നെ അവിടെ തീരാനാവുമ്പോൾ വീണ്ടും അതേമാതിരി കൊടുന്ന് വെക്കലാണ് കേട്ടോ. അപ്പോൾ കുറേ ആയി വർഗവും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ കഴിഞ്ഞിട്ട് എന്നും കരുതും കേട്ടോ കുറച്ച് വിറകും കാര്യങ്ങളും ഇവിടെ കൊടുന്ന് വെക്കണമെന്ന്. അപ്പോൾ ഏതായാലും ഇന്നാണ് കേട്ടോ അതിന് പറ്റിയിട്ടുള്ളത്. അങ്ങനെ പിന്നെ വിറകൊക്കെ കുറച്ചൊക്കെ കൊടുന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ പോയി കുളിച്ചൊക്കെ ചെയ്തേക്കാണ് കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഒരു ഈവനിങ്ങൊക്കെ ആയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. കുറച്ച് തുണികൾ ഉണ്ടായിന് കേട്ടോ മടക്കി വെക്കാനും ഒക്കെ. അങ്ങനെ ഈ ഒരു സമയത്ത് നമ്മൾ അതിനുമോളെ പനിയൊക്കെ വിട്ട് ഓളവിടെ ഇരുന്നൊക്കെ കളിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കാമെന്ന് കരുതി കേട്ടോ. വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അവൾക്ക്. അങ്ങനെ ഇതാ പെട്ടെന്ന് തന്നെ തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ കേട്ടോ. ഇന്ന് മടക്കി വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഇനി ഇതിലേറെ ഇരട്ടി ആവുള്ളൂ കേട്ടോ. കാരണം ഇന്നും തന്നെ അലക്കിയിട്ടതൊക്കെ ഒന്ന് ഉണങ്ങി കൊണ്ട് വെക്കുമ്പോൾ പിന്നെ കുറച്ചും പാടെ അധികം ആകും കേട്ടോ. അങ്ങനെ തന്നെയാണ് കേട്ടോ സാധാരണ ആവൽ. മടക്കി വെക്കുക കരുതി പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ വെക്കാറ് കേട്ടോ. പിന്നെ മടക്കി വെക്കാൻ നിൽക്കുക. അന്ന് പിന്നെ ഇരട്ടീൻ്റെ ഇരട്ടി ആവും കേട്ടോ മടക്കി വെക്കാൻ. അപ്പോൾ ഏതായാലും ഈ ഉള്ളത് പെട്ടെന്ന് തന്നെ മടക്കി വെക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളെ ഇന്നത്തെ കൊച്ചു വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.